ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്നും നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഇറ്റബൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങളാണ്. 1 കൊരിന്തോസ് 4-2 തിരുവചനത്തിൽ പറയുന്നു, കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. വിശ്വസ്തത എന്ന പുണ്യം എപ്പോഴും ദൈവവചനവുമായിട്ട് ഈശോയുടെ സ്നേഹവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് അവിടുത്തോട് വിശ്വസ്തരായിരിക്കുക? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മൾ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുന്നു. ആ വിശ്വസ്തതയിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകുന്നു. ഈ ദൈവവചനത്തിൻ്റെ കവാടം നമുക്ക് തുറന്നു തരുന്നത് ഈ വിശ്വസ്തതയിലൂടെയാണ്. ഈശോയെ നമ്മൾ സ്നേഹിക്കും തോറും അവിടുത്തെ വിശ്വസ്തത നമ്മളെ വലയം ചെയ്യുന്നു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 18-25 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു, സത്യസന്ധനോട് സത്യസന്ധമായി പെരുമാറുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കരമായി പെരുമാറുന്നു, ദുഷ്ടനോട് ക്രൂരമായി പെരുമാറുന്നു. നമ്മൾ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം നമ്മളുടെ മേൽ ചൊരിയുന്നു. നമ്മൾ നിഷ്കളങ്കമായിട്ട് അവിടുത്തോട് ചേരുമ്പോൾ നമ്മളോടും ദൈവം നിഷ്കളങ്കമായിട്ട് പെരുമാറുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-12 തിരുവചനത്തിൽ രാജകീയ വചനം എന്ന് പറയുന്ന വചനമുണ്ട്. ഈ വചനത്തിൽ പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇതിലെന്താ പറയുക? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം, മറ്റുള്ളവർ നമ്മളെ നന്മകൾ പറയണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ നമ്മളും മറ്റുള്ളവരോട് പ്രവർത്തിക്കണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. ഇത് തന്നെയാണ് കീർത്തനം 18-25 വചനത്തിൽ നമ്മൾ കണ്ടത്. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു, വിനീതരെ അങ്ങ് വിടുവിക്കുന്നു, അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. ഇതിലെന്താണ്? ദുഷ്ടനോട് ക്രൂരമായി പെരുമാറുന്നു. ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ നിപതിക്കുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളുടെ മേലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് വിശ്വസ്തത പുലർത്തുന്നു. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രവിക്കാം. വിറ്റുവലിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്ന പുസ്തകം വായിച്ചു വരികയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രവിച്ചത് 85 പേജാണ്. അതിൽ 59 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. ജ്ഞാനവും പരിശുദ്ധാത്മാവും വരുമ്പോഴാണ് സ്വർഗീയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 16-19 വരെയുള്ള വചനം, നിങ്ങൾ ഓരോരുത്തരും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് വരണം. യോഹന്നാൻ 3:3. ഇത് ഒരു അനുദിന പ്രക്രിയയാണ്. ഈശോ ഇത് നിക്കോദേമസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ബുദ്ധിയിൽ കണ്ടു. അദ്ദേഹം ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും എങ്ങനെ ജനിക്കും? ഇങ്ങനെയാണ് ബുദ്ധിയിലുള്ളവരുടെ ചിന്ത. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആത്മാവിലേക്ക് വരണം. ഇതിൽ പറയാണ്, ജ്ഞാനവും പരിശുദ്ധാത്മാവും വരുമ്പോഴാണ് സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കുക. 1 കൊരിന്തോസ് 6:17 പറയുന്നുണ്ട്, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായിത്തീരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ആത്മീയമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകുക. അവിടെ തർക്കമുണ്ടാകില്ല, അസൂയ ഉണ്ടാകില്ല, പാപത്തിൻ്റെ കെട്ടുകൾ ഉണ്ടാകില്ല, ലോകത്തിനോടുള്ള മൈത്രി നമ്മളിലുണ്ടാകില്ല. ഇതെല്ലാം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് വരുന്നത്. റോമ 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇത് നയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിനാലായിരിക്കും. ഏത് ചൈതന്യത്തിൽപ്പെട്ടതായിരുന്നാലും അവിടെ
സ്നേഹമുണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. അതാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിലായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 3:3 3:5 യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമുസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ നിക്കോദേമുസ് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. രാത്രിയിലാണ് വന്ന് ചോദിക്കുക. നിയമപ്രമാണി അല്ല, യഹൂദ പ്രമാണിയായിരുന്നു നിക്കോദേമുസ്. എന്നിട്ട് പറയുകയാണ്, ഈശോയെ ഒത്തിരി ഉയർത്തിയാണ്, ഗുരു അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ല. അത്രയും വലിയൊരു വ്യക്തി ആണ് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് വീണ്ടും ജനിക്കാൻ സാധിക്കുക? ഒരു അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നിക്കോദേമുസ് ചോദിക്കുകയാണ്. നമ്മളും ഇതുപോലെയാണ് പലപ്പോഴും ഈശോയുടെ രാജ്യത്തെ കാണുന്നത്. ആ പ്രമാണിയാണ് വന്ന് ചോദിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കാൻ സാധിക്കുമോ എന്ന്. അതിന് ഈശോ വളരെ നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ട്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് വരുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈശോ വ്യക്തമാക്കുകയാണ്. പല കാര്യങ്ങളും ബുദ്ധിയിലിട്ട് ചിന്തിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഈശോ അതുകൊണ്ടല്ലേ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പോൾ നമ്മളെ തന്നെ ചെറുതാക്കുക. അതുപോലെ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധി ദൈവം തന്നേക്കുന്നത് എന്താണ്? ദൈവിക കാര്യങ്ങളിലേക്ക് നമ്മളതിനെ നയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ബുദ്ധി, ആലോചന, അറിവ്, ദൈവഭയം, ദൈവഭക്തി ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ പെട്ടതാണ്. ഈ ബുദ്ധിയെ ദൈവത്തിൻ്റെ ചൈതന്യത്തോട് ചേർക്കുമ്പോഴാണ് അവിടെ ദൈവീകമായ ഒരു ചൈതന്യം വരുന്നത്. ഈ ബുദ്ധിയിൽ പലപ്പോഴും നമ്മുടെ എന്താണ് അന്ധകാരം പ്രവേശിക്കും. കുറേ ഫിലോസഫി പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വരുമ്പോഴെന്താണ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമായിരിക്കും നമ്മളിൽ, ആ പഠനങ്ങളായിരിക്കും നമ്മളിൽ. നമുക്കറിയാം ഈ ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം അവർ ദൈവത്തെ അതിൽ ദർശിക്കുന്നതിലൂടെ അവർക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ആത്മാവിലേക്ക് വരണം എന്ന് പറയുന്നത് എന്താണ്? മാനസാന്തരം, മറ്റൊന്നുമല്ല അവിടെ വരിക. ഈ ഹൃദയ പരിച്ഛേദനം നമ്മൾ സ്വീകരിക്കുക. ഹൃദയത്തിൻ്റെ മാറ്റം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അവിടെ വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ബുദ്ധി, ജ്ഞാനം, അറിവ്, ദൈവഭക്തി, ദൈവഭയം എല്ലാം നമ്മളിലും പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ബുദ്ധി ദൈവിക ജ്ഞാനത്തോട് ചേരും. ഈ ആലോചന ദൈവിക ആലോചനയോട് ചേരും. ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെ ദൈവസ്നേഹത്തോട് കൂട്ടുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നമ്മൾ നിറയപ്പെടുക. നമുക്കറിയാം വിശുദ്ധ അഗസ്റ്റിനോസ്, വിശുദ്ധ തോമസ് അക്വീനോസ് ഇവരൊക്കെ വലിയ ഫിലോസഫേഴ്സായിരുന്നു. ഈ ലോകത്തിലെ തത്വജ്ഞാനികളായിരുന്നു. അവർ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, കർത്താവേ അങ്ങിൽ എത്താൻ ഞാൻ എത്ര വൈകിപ്പോയി. അവരാ തത്വശാസ്ത്രത്തെ എല്ലാം ദൈവികതയോട് കണക്റ്റ് ചെയ്തു. പരിശുദ്ധാത്മാവ് കൊടുത്ത ആ ബുദ്ധിയും ജ്ഞാനവും ഒക്കെയായിട്ട് അവർ ബന്ധിപ്പിച്ചപ്പോൾ അവർ നമ്മുടെ സഭയുടെ പണ്ഡിതന്മാരായി. ആ ഡോക്ടറേറ്റിനെ ഒക്കെ മറികടക്കാൻ ആർക്കും പറ്റാത്ത വിധത്തിലുള്ള ദൈവിക ജ്ഞാനം ദൈവം അവർക്ക് കൊടുത്തു. 2 കൊറിന്തോസ് 4-ാം അധ്യായത്തിൽ 3-4 തിരുവചനത്തിൽ പറയുന്നുണ്ട്,
ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ അവിശ്വാസം വരുമ്പോൾ എന്താണ്? നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം കയറും. 1 തിമോത്തി 6:20-21 തിരുവചനത്തിൽ പറയുന്നുണ്ട്, അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഫരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമിക വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഇതിലെന്താ പറയുക? നിന്നെ ഫരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ചില വിജ്ഞാന അഭാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം കയറും. ഈ ബുദ്ധിയിൽ അന്ധകാരം കയറുമ്പോൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുകയാണ് ചെയ്യുക. കൊളോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ 8-ാം തിരുവചനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഇതിനകത്തെല്ലാം എന്താണ്? യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണത. വിശുദ്ധ അഗസ്തീനോസൊക്കെ ഈ പൂർണ്ണതയിലാണ് എത്തിച്ചേർന്നത്. തത്വചിന്തകന്മാരായിരുന്നു. വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യത്തിലായിരുന്നു. അവർ ക്രിസ്തുവിനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാത്തിൽ നിന്നും വിട്ട് ആ തത്വങ്ങളെ മുഴുവൻ ദൈവീക തത്വങ്ങളോട് ചേർത്ത് അത് തെളിയിപ്പിക്കപ്പെട്ടു. അതിലൂടെ അവർ വിശ്വസ്തരായി മാറി. അതിലൂടെ ഇന്ന് നമ്മുടെ സഭയിലെ അടിസ്ഥാന തിയോളജിയൊക്കെ വിശുദ്ധ അഗസ്തീനോസിൻ്റെയും വിശുദ്ധ തോമസ് അക്വിനോസിൻ്റെയും ഒക്കെ പ്രബോധനങ്ങളാണ്. അവർ ഈ തത്വങ്ങളെ ദൈവീക തത്വങ്ങളാക്കി മാറ്റിയവരാണ്. പ്രപഞ്ചത്തിലെ സകല മൂലകാരണങ്ങളെയും അവർ ദൈവ മഹത്വത്തോട് ചേർത്ത് വെച്ച് അവർ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവരാജ്യം ഒരിക്കലും ബുദ്ധിയിൽ കാണരുത് എന്ന് പറയുക. ഈശോ ഈ നിക്കോദേമസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ബുദ്ധിയിൽ കണ്ടു. അദ്ദേഹം ചിന്തിച്ചു, അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും എങ്ങനെ ജനിക്കണം? ഇങ്ങനെയാണ് ബുദ്ധിയിലുള്ളവരുടെ ചിന്ത. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആത്മാവിലേക്ക് വരണം. യോഹന്നാൻ 3:3 വലിയൊരു രഹസ്യമുണ്ട്. ഞാൻ ഈശോയിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ വചനമാണിത്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:5 ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ മാനസാന്തരം വരണം. വചനം വായിക്കണം. വചനം കേൾക്കുന്നത് ക്രൂശിതനായവനെക്കുറിച്ചായിരിക്കണം. റോമ 10:17, 1 കൊരിന്തോസ് 2:2. അല്ലാതെ പലതിൻ്റെയും പിന്നാലെ പോയാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമോ? ഇല്ല. ക്രൂശിതനായവനെക്കുറിച്ച് തന്നെയായിരിക്കണം കേൾക്കേണ്ടത്. ഇതിലൂടെ നമ്മുടെ ഹൃദയം മറ്റൊരു ഹൃദയമായി മാറും. ഇതിലൂടെ നമ്മുടെ ബുദ്ധി വിശുദ്ധീകരിക്കപ്പെടും. ഇതിലൂടെ നമ്മുടെ ശരീരം ഈശോയുടെ ശരീരത്തോട് ചേർക്കപ്പെടുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഈ ദുർബലമായ ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അതെപ്പോഴാണ്? ഈശോയിൽ നമ്മൾ ചേരുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തണം, ക്രിസ്തുവുമായി ഗാഢബന്ധം പുലർത്തണം എന്നൊക്കെ പറയാം. നമ്മുടെ ശിരസ് ക്രിസ്തുവായിരിക്കണം. ഈ ശിരസ്സുമായിട്ട് നമ്മൾ ഗാഢബന്ധം പുലർത്തിയില്ലെങ്കിൽ, ക്രിസ്തുവുമായിട്ട് നമ്മൾ ഗാഢബന്ധം പുലർത്തിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു പ്രബോധനത്തിലേക്ക് മാറും. നമ്മൾ യഥാർത്ഥ ഈശോയിലായിരിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 4-10 വരെയുള്ള വചനത്തിൽ,
ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗലോസിലേക്ക് പറയണമെങ്കിൽ ആ ക്രൂശിതനായ ഈശോയുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ പൗലോസിലേക്ക് പ്രവേശിച്ചു. അപ്പം നമുക്കും ഈ വീണ്ടും ജനനത്തിലൂടെ, മാനസാന്തരത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, ഈ ശരിക്കും വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു കുമ്പസാരമാണ്. കുമ്പസാര കൂടിനെ നമ്മൾ സമീപിക്കുമ്പോൾ അല്ലേ, നമ്മുടെ ഹൃദയത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റി അവിടെ ഈശോയുടെ ഹൃദയം നമ്മളിൽ വന്ന് സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഓരോ കുമ്പസാരത്തിലും. അനുതാപത്തോടെ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. നമ്മൾ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് പറയാം, ഒരിക്കലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നേരിട്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മതി. കുറ്റം ചെയ്താൽ കുഴപ്പമില്ല, ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത അഥവാ ഓർമ്മകളൊക്കെ നമ്മളിലുണ്ടാകും. അവിടെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ഒരു വചനത്തിൽ പറയുന്നുണ്ട്, തെറ്റുകൾ ഏറ്റുപറയുന്നവന് ഐശ്വര്യമുണ്ടായിരിക്കും, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. കേട്ടോ, ഏറ്റുപറച്ചിലാണ് ഇവിടെ. നമുക്ക് ഏറ്റുപറയാനൊരു മനോഭാവം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എളിമ എന്നൊരു പുണ്യം ഉണ്ടാകണം. എളിമപ്പെടുമ്പോഴാണ് നമുക്ക് പാപബോധമുണ്ടാകുക. എളിമപ്പെടുമ്പോഴാണ് നമുക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെക്കാളും വലിയ ആളാണ് എന്നൊരു മനോഭാവമാണ് നമ്മുടെ ചിന്തയിലുണ്ടാകുക. നമ്മുടെ ആ താഴ്മ അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയാണ്. അതിലൂടെ അഹങ്കാരം നമ്മളിൽ ജനിക്കുകയാണ്. നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മളിൽ ഒരു അവബോധമുണ്ടാകും, ഇനിയും ഈ തെറ്റ് ആവർത്തിക്കരുത്. അതിന് നമുക്ക് ക്രൈസ്തവരായി നമുക്ക് പ്രായശ്ചിത്തമുണ്ട്, പരിഹാരങ്ങളുണ്ട്. അത് ചെയ്യുന്നതിലൂടെ ആ പാപം എടുത്തു മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ ഈശോ വളരുകയാണ്. ഞാൻ എന്ന ഭാവം നമ്മളിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. അതിലൂടെ ലോകത്തിന് നന്മയുണ്ടാകും, കുടുംബത്തിന് നന്മയുണ്ടാകും, സമൂഹത്തിനൊക്കെ നന്മയുണ്ടാകും. അവിടെ ഈശോ പ്രകാശിക്കാൻ തുടങ്ങും. നമ്മൾ എളിമപ്പെടുമ്പോൾ ജലത്താലും ആത്മാവിലാലും ജനിക്കണം. ജലത്താലുള്ള ജനനം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നതാണ് ഈ ദൈവവചനങ്ങൾ. വചനത്താൽ കഴുകി വെണ്മയുള്ളതാക്കുന്നതാണ് ഈ ദൈവവചനങ്ങൾ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 22 തൊട്ട് 32 വരെയുള്ള വചനത്തിൽ ഈ ഓരോ വചനങ്ങളും നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും വചനങ്ങൾ ഉച്ചരിക്കുമ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴും ഒക്കെ എന്താണ്, നമ്മളിൽ വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. അപ്പോൾ വീണ്ടും ജനിക്കുവാൻ, വീണ്ടും ജനനം എന്ന പ്രക്രിയ ഓരോ നിമിഷങ്ങളിലും നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ മരണം വരെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു പ്രക്രിയയാണ് വീണ്ടും ജനനം. പാപങ്ങൾ ഏറ്റുപറച്ചിൽ അഥവാ കുമ്പസാരം എന്ന കൂദാശ. ക്രൈസ്തവരായ നമുക്ക് ദൈവത്തിന് ഏറ്റവും നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. പാപങ്ങൾ ഏറ്റുപറയുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന പ്രായശ്ചിത്തം നമ്മൾ സ്വീകരിക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള അനുഗ്രഹവും അവസരവും അത്യുന്നതനായ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ ഈശോയിൽ വളരുവാൻ അവിടത്തോട് നമുക്ക് യാചിക്കാം. വളർന്ന് വലിയൊരു വൃക്ഷമായി അനേകർക്ക് തണലായി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്രയാകുവാൻ അത്യുന്നതനായ ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഈശോ തന്നെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് അത്യുന്നതനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ആ ഈശോയുടെ സ്നേഹത്തിൽ എപ്പോഴും വസിക്കുവാനും ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാനും തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. മനസ്സിലെ ഓരോ പാപങ്ങളെയും എടുത്തു മാറ്റലാണ്. അതിലൂടെ ക്രിസ്തുവിന് വന്ന് വസിക്കാനൊരു സ്ഥലം ഉണ്ടാക്കിക്കൊടുത്ത് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ജോലി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കടമ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മേ മാതാവേ, എപ്പോഴും ഈശോയുടെ രാജ്യത്തിലേക്ക് അനേകരെ എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ
സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.